യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കി തീർത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ അനുഗ്രഹിക്കുന്നതിലേക്ക് വഴിതെളിച്ചതായ റിബേക്കയുടെ ആത്മീക ജാഗ്രതയും ദൈവത്തോടുള്ള സമർപ്പണവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തിലും ആത്മീകമായ ജാഗ്രത നാം പുലർത്തേണ്ടത് ആവശ്യമാണ്. ആത്മീകമായ ജാഗ്രത ദൈവത്തിൻ്റെ വാഗ്ദത്തത്വത്തെയും അതുപോലെ ദൈവവചനത്തെയും ദൈവത്തെ തന്നെയും നാം മനസ്സിലാക്കി ദൈവത്തോടുള്ള ബന്ധത്തിൽ തുടരുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീകമായ ജാഗ്രത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, റിബേക്കായുടെ ആ ഇടപെടലുകൾ ദൈവത്തിൻ്റെ ആ നീതിയെ യാക്കോബിലേക്ക് നിവർത്തിക്കുവാൻ തക്കോണം ഇടയാക്കി തീർത്തു. നമ്മളും കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ആത്മീകമായ സമർപ്പണം, ദൈവത്തോടുള്ള ബന്ധം, ഇവയെല്ലാമാണ് നമ്മളിൽ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുവാൻ വളരെ ഉതകുന്നതായ കാര്യം. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി എടുക്കുന്നതായ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ്. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ അവന്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചല്ലോ, ഏശാവ് തനിക്ക് ലഭ്യമായിരുന്ന അല്ലെങ്കിൽ തനിക്ക് അവകാശമായിരുന്ന ജ്യേഷ്ഠാവകാശത്തെ യാക്കോബ് ഉണ്ടാക്കിയതായ രുചികരമായ ഒരു പായസത്തിൻ്റെ കാരണത്താൽ അവൻ കൈവിട്ടു കളഞ്ഞു, ഉപേക്ഷിച്ചു കളഞ്ഞു. അവനതിനെ അലക്ഷ്യമാക്കി. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ അവൻ ചെയ്തെങ്കിലും അവൻ എപ്പോഴും യാക്കോബിനെ ചതിക്കുവാൻ, വഞ്ചിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോഴും അവൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജ്യേഷ്ഠാവകാശത്തെ ബലമായി പ്രാപിച്ചെടുക്കും, അപ്പനിൽ നിന്നും ഞാൻ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ള ചിന്ത ഒരുപക്ഷെ ഏശാവിനെ വളരെ ശക്തമായി ഭരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എല്ലാം കാണേണ്ടതായൊരു കാര്യമുണ്ട്. ദൈവം യാക്കോബിനെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ദൈവം റിബേക്കയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ, ദൈവത്തിൻ്റെ മുന്നറിവും ദൈവത്തിൻ്റെ നിർണയവും യാക്കോബിലൂടെ ഇസ്രയേൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാക്കോബിൽ ദൈവത്തിൻ്റെ ആ നിർണയവും ദൈവത്തിൻ്റെ മുന്നറിവും ഉള്ളതുകൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തി അക്കംപ്ലിഷ് ചെയ്യുവാൻ, പൂർത്തീകരിപ്പാൻ ദൈവം ഒട്ടും തന്നെ അമാന്തിക്കുകയില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഈ ഭവനത്തിലെ 4 ആളുകൾ, അതായത് ഇസഹാക്കും റിബേക്കയും അതുപോലെ ഏശാവും യാക്കോവും, ഇവർ തമ്മിൽ വളരെ മത്സരിക്കുകയാണ്. ഇവർ തമ്മിൽ ദൈവഹിതപ്രകാരമല്ലാത്തതായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ ഭവനത്തിൽ ഉണ്ടാവുകയാണ്. പക്ഷെ അപ്പോഴും ദൈവത്തിൻ്റെ സോവറിനിറ്റി, ദൈവത്തിൻ്റെ പരമാധികാരം അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കുന്നു, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന സഭകളിൽ, നമ്മളായിരിക്കുന്നതായ ദേശങ്ങളിൽ ദൈവഹിതത്തിന് വിരോധമായി വ്യാപരിക്കുന്നതായ മാനുഷിക സ്വഭാവങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സോവറിനിറ്റി, ദൈവത്തിൻ്റെ പരമാധികാരം ഒരിക്കലും ഫലവത്താകാതിരിക്കില്ല. ദൈവം തൻ്റെ പ്രവൃത്തി അവിടങ്ങളെല്ലാം തന്നെ തികച്ചെടുക്കുന്നതായ ദൈവമാണ്. മനുഷ്യനിൽ പല സ്വഭാവങ്ങളുണ്ടാകാം, പല രീതികളുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ ആ പരമാധികാരത്തിന് മാത്രം മനുഷ്യർക്ക് ഒരു ദോഷവും ചെയ്യുവാൻ കഴിയത്തില്ല. ഇതിനു മുമ്പുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ കണ്ടു, യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്ക പറയുന്നതിനനുസരിച്ച് പെരുമാറി അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു എന്ന്. അപ്പൻ യാക്കോബ് അടുക്കൽ വന്നപ്പോൾ ഏശാവിൻ്റെ വാസന മണത്ത്, അതുപോലെ തന്നെ ഏശാവിൻ്റെ ശരീരം യാക്കോബിൽ സ്പർശിച്ച് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ അനുഗ്രഹം പ്രാപിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നതായ കാര്യം. അവിടെ നിന്ന് പുറപ്പെട്ടു, അതിനർത്ഥം ഇനിയും അവിടെ നിന്നാൽ ശരിയാവുകയില്ല എന്ന് കണ്ടിട്ട് യാക്കോബ് ആ ഭവനത്തിൽ നിന്ന് മാറിപ്പോയി. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് ഇന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏശാവ് മടങ്ങി വന്നു ഈ ഭവനത്തിലേക്ക്. അവൻ വേട്ടയിറച്ചിയുമായി മടങ്ങി വന്നു. പക്ഷേ അപ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 31-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനും രുചികരമായ ഭോജനം ഉണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട്,
അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അവന്റെ അപ്പനായ ഇസ്ഹാക്ക് അവനോട്, നീ ആർ എന്ന് ചോദിച്ചതിന്, ഞാൻ നിന്റെ മകൻ, നിന്റെ ആദ്യജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം പ്രഭിച്ചു നടുങ്ങി. എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ? നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഈ അനുഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത, ഈ അനുഗ്രഹം അനുഗ്രഹിച്ചാൽ പിന്നെ അത് ഒരിക്കലും റിവോക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ഇസ്ഹാക്ക് യാക്കോബിന് കൊടുത്തത്. സംഖ്യാപുസ്തകം 23 അധ്യായം അതിന്റെ 19, 20 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. അനുഗ്രഹിക്കാൻ കൽപ്പന ലഭിച്ചിട്ട് എനിക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരിക്കലും തന്നെ പിൻവലിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതായ ഒരു കാര്യമാണ് നമുക്ക് ഈ വചനഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ഇതിനും ഒരു പശ്ചാത്തലമുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അങ്ങനെ കടന്നുപോയാൽ നമ്മുടെ ഈ വിഷയം വളരെ ബ്രോഡായി പോകും. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതേ ആശയം തന്നെയാണ് ഇവിടെ ഇസ്ഹാക്ക് പറയുന്നത്. എനിക്കിനി ഇതിൽ നിന്നും പിന്തിരിയാൻ കഴിയത്തില്ല. കാരണം ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അഥവാ ഞാൻ ശപിച്ചാൽ പോലും ആ ശാപം ദൈവത്തിൽ നിന്നല്ല, അത് എന്നിൽ നിന്നുമാണ്. പക്ഷേ അത് ഫലിക്കുകയില്ല. ഇന്ന് പലരും ശാപത്തെ ഭയക്കാറുണ്ട്, പലരും ആഭിചാരത്തെ ഭയക്കാറുണ്ട്, പലരും മന്ത്രവാദത്തെ ഭയക്കാറുണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്നും നാം ഒരു അനുഗ്രഹം പ്രാപിച്ചാൽ ആ അനുഗ്രഹത്തിന്റെ മുകളിൽ ആരെങ്കിലും നമ്മെ ശപിച്ചാൽ ആ ശാപം നമ്മുടെ മേൽ പതിക്കുകയില്ല, നമ്മുടെ മേൽ വാഴുകയില്ല. അതുകൊണ്ടാണ് ദൈവം യാക്കോബിനോടും അബ്രഹാമിനോടും പറയുന്നത്, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അതുപോലെ നമ്മുടെ മേൽ ശാപം ഫലിക്കുകയില്ല, ഇസ്രയേലിന്റെ മേൽ ശാപം ഫലിക്കുകയില്ല. കാരണം യാക്കോബിനും ഇസ്രയേലിനും അല്ലെങ്കിൽ അബ്രഹാമിനും ദൈവം കൊടുത്തതായ ആ അനുഗ്രഹം അത് ശ്രേഷ്ഠമേറിയ അനുഗ്രഹമാണ്. ഒരു ശാപവും ആ അനുഗ്രഹത്തിന്റെ മേൽ വന്നാൽ അത് ഒരിക്കലും ഫലിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ മേൽ ഈ അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ അനുഗ്രഹം അവന്റെ മേൽ വരികയാണ്. മറ്റൊരു വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടെ ജാതികളിലേക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അനുഗ്രഹം എല്ലാം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് യാതൊരു ശാപവും നമ്മുടെ മേൽ ഫലിക്കുവാൻ ദൈവം ഇടയാക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ ആ ശ്രേഷ്ഠമേറിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ ശാപങ്ങൾക്ക് യാതൊരു സ്ഥാനമില്ല. കർത്താവ് യേശുക്രിസ്തുവിനെ ഒരുവൻ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേൽ ശാപം നിലനിൽക്കുകയില്ല, അവന്റെ മേൽ പാപം വാഴുകയില്ല. കാരണം നാം കർത്താവ് യേശുക്രിസ്തുവിലുള്ള ആ അനുഗ്രഹമാണ് പ്രാപിച്ചത്. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിലേക്കോ ദൈവിക നന്മയിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് നാവുകൊണ്ട് യേശു കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ നിങ്ങൾക്കും ഈ അനുഗ്രഹം ലഭിക്കുന്നതാണ്. നോക്കിക്കേ, എത്രയോ ശ്രേഷ്ഠമാണ് കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം. ഇസ്ഹാക്കിലൂടെ യാക്കോബിലേക്ക് ലഭിച്ച അനുഗ്രഹം ഇത്ര ശ്രേഷ്ഠമാണെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം അതിലും എത്രയോ ശ്രേഷ്ഠമായിരിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ദൈവമേ, യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ സവിശേഷത ചിന്തിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രത്യേകാല് കർത്താവെ, ഇസ്ഹാക്കിലൂടെ യാക്കോബിലേക്ക് ലഭിച്ചതായ അനുഗ്രഹം അതൊരിക്കലും എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല എന്നുള്ളതും ഒരു ശാപവും അതിന്മേൽ കടന്നു വരിക ഇല്ല എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യമായതിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.